ഹായ്, ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ്, ഡു ഇറ്റ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പാഷൻ കണ്ടെത്തി ഡെസ്റ്റിനിയിലെത്താനുള്ള ഫോർമുലാസും ടിപ്സുമാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്തമാറ്റിക്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ചാനൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 8ാം ക്ലാസ് എന്നുള്ള വിദ്യാർത്ഥികൾക്കും തൽപരരായ പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് മാത്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ്. ഇത് കണ്ട് സംശയങ്ങൾ കമന്റ് ചെയ്യുക, പേഴ്സണൽ മറുപടി അറിയിക്കുന്നതാണ്. ഇന്ന് നമുക്ക് പുതിയ ഒരു ടിപ്സുമായി കടന്നു വരാം. ഒരു നാട്ടിൽ ഒരു കൊള്ള സംഘം പ്രവർത്തിച്ചിരുന്നു. പലതരത്തിലുള്ള കൊള്ളകളും അവയവദാനം, തട്ടിക്കൊണ്ടുപോകൽ, മയക്കുമരുന്ന്, എല്ലാ കവർച്ച, എല്ലാ തരം കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന ഒരു സംഘമുണ്ട്. ഈ സംഘം നാട്ടിന്റെ പല ഭാഗത്തും പല ഏജന്റുകളെ നിയമിച്ചിരുന്നു. അങ്ങനെ അവര് ഓരോ ഭാഗത്ത് നിന്ന് നല്ല വലിയ വീടുകൾ, സമ്പന്നരുടെ വീടുകൾ കണ്ടെത്തി അവിടെയുള്ള കുട്ടികളെ കണ്ടെത്തി അല്ലെങ്കിൽ ആളുകളെ കണ്ടെത്തി കൊള്ളയടിക്കാനുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൽപ്പെട്ട ഒരു സംഘാംഗം ഒരു പ്രദേശത്ത് നിന്ന് അവിടെ 3 സമ്പന്ന വീടുകൾ കണ്ടെത്തി. അതിൽ നിന്ന് വിദ്യാലയത്തിൽ പോകുന്ന 3 കുട്ടികളെയും കണ്ടെത്തി. നല്ല കോള് ഒത്തിട്ടുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായി. ഇവരെ കിട്ടുകയാണെങ്കിൽ നല്ല കൊള്ളയടിക്കാൻ പറ്റുന്ന വലിയ സമ്പന്ന വീടുകളാണ്. ഈ കുട്ടികളെ ഉപയോഗിച്ച് പലതും ചെയ്യാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഈ കുട്ടികളെ വശീകരിക്കാൻ തുടങ്ങി. അങ്ങനെ പല വശീകരണങ്ങൾ നടത്തിയതിനു ശേഷം 2 കുട്ടികൾ ഇവരുടെ വലയിൽ വീണില്ല. ഒരു കുട്ടി ഇവരുടെ വലയിൽ എങ്ങനെയൊക്കെ വീണു. അവര് സൈക്കോളജിക്കലായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് വശീകരിച്ച് ഒരു കുട്ടിയെ വലയിലാക്കി. അങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പ് കുറച്ചു കാലം തുടർന്നതിന് ശേഷം ഈ കുട്ടിയോട് ഈ സംഘാംഗം പറഞ്ഞ്, നാളെ നമുക്ക് ഒരു പ്രദർശനം കാണാൻ പോകാം. ഈ പ്രദർശനം എന്നത് ഈ കുട്ടിയുടെ ഒരു വീക്ക്നെസ് ആണ് എന്ന് ഇവര് കണ്ടെത്തിയിരുന്നു. അങ്ങനെ വിദ്യാലയത്തിന് അവധിയായ ഒരു ദിവസം ഈ കുട്ടിയോട് വരാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങണം, പ്രദർശനത്തിന് പോവുക, ഈ ഇന്ന സ്പോട്ടിൽ എത്തണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മറ്റു 2 കുട്ടികളെയും കൂട്ടാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം പറഞ്ഞ സമയത്ത് ഈ കുട്ടി മാത്രം, മറ്റു കുട്ടികളെ ഇവർ അന്വേഷിച്ചോ കിട്ടിയില്ല എന്ന് വേറെ കാര്യം, ഈ കുട്ടി മാത്രം ഈ പറഞ്ഞ സ്ഥലത്തെത്തി. ഇവനെയും കൊണ്ട് ഈ സംഘാംഗം വാഹനത്തിൽ കുറച്ച് ദൂരെ ഉള്ള ഒരു പ്രദർശന കേന്ദ്രം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വലിയ കെട്ടിടത്തിന്റെ മുമ്പിലെത്തി. ഈ കെട്ടിടത്തിന്റെ മുമ്പിലെത്തിയപ്പോൾ ഈ കുട്ടിക്ക് എന്തൊക്കെ പന്തികേട് തോന്നിയിരുന്നു. ഇത് സത്യത്തിൽ പ്രദർശന കേന്ദ്രമല്ല, ഹോസ്പിറ്റലായിരുന്നു. ഇത് കുട്ടിക്ക് അറിയില്ല. പക്ഷെ കുട്ടിക്ക് എന്തോ പന്തികേട് തോന്നിയപ്പോൾ കുട്ടി ഒരു ഐഡിയ ഉപയോഗിച്ച്, ഈ പ്രദർശനത്തിന് ഒരുപാട് സാധനം വാങ്ങാനുണ്ട്, എനിക്ക് ഒരുപാട് സാധനം ആവശ്യമാണ്, അതിന് എൻ്റെ ഫാദറിന് ATM കാർഡ് വെക്കുന്ന സ്ഥലവും എനിക്കറിയാം, അതിൻ്റെ കോഡും എനിക്കറിയാം, ഞാൻ അതെടുത്തു വരാം. മാത്രമല്ല എൻ്റെ 2 സുഹൃത്തുക്കൾക്കും അവർക്കും ഈ പ്രദർശനം കാണാൻ ആഗ്രഹമുണ്ട്. ഞാൻ പോന്നപ്പോൾ അവരെ ക്ഷണിക്കാൻ പറ്റിയില്ല. അവർക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അവർ വീട്ടിലുള്ള ATM കാർഡൊക്കെ സ്വരൂപിച്ച് എൻ്റെ കൂടെ വരാം, എന്നെ വീട്ടിൽ കൊണ്ടാക്കണം. അങ്ങനെ പറയുമ്പോൾ ഈ സംഘാംഗത്തിന് ആവേശം കൂടി. കാരണം 3 കുട്ടികളെ ഒന്നിച്ച് കിട്ടുകയാണ്. മാത്രമല്ല അവരെ കൊണ്ട് എന്തും ചെയ്യാം. അവരുടെ സാമ്പത്തിക ഉറവിടം കണ്ടെത്തിയാൽ എന്തും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ്. സന്തോഷത്തിന് അതിരുകൂടി. ഏതായാലും ഈ കുട്ടിയെ ആവശ്യമായ പൈസയും മറ്റും കൊടുത്തുകൊണ്ട് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്ത് തിരിച്ചയക്കുകയാണ്. അങ്ങനെ കുട്ടി വീട്ടിലെത്തിയപ്പോൾ ഈ കുട്ടിക്ക് പന്തികേട് മനസ്സിലായി. ഈ കുട്ടി രക്ഷിതാക്കളോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ രക്ഷിതാക്കൾ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുകയും
അങ്ങനെ പോലീസ് ഈ ഏജന്റിനെ അറസ്റ്റ് ചെയ്യും. ഇതോടനുബന്ധിച്ച് വലിയ ഗൂഢസംഘത്തെയും അറസ്റ്റ് ചെയ്തു. നാട്ടിൽ നടക്കാനുള്ള വലിയ കൊള്ളയും കൊലയും അവയവദാനം ഉൾപ്പെടെയുള്ള ഈ അവയവദാനത്തിന് വേണ്ടിയായിരുന്നു ഈ കുട്ടിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിരുന്നത്. പ്രദർശന കേന്ദ്രം എന്ന് തോന്നിപ്പിക്കുന്ന ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. ഈ കുട്ടിയുടെ അവസരോചിതമായ ഇടപെടൽ മൂലം ഒരു സംഘത്തിന്റെ കൊള്ളയിൽ നിന്ന് ഒരു നാടിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം അവസരത്തിനൊത്ത് ഉയരുക, ബുദ്ധിപൂർവ്വം ചിന്തിക്കുക എന്നതാണ്. ഇത്തരം ടിപ്സ് ആൻഡ് മോട്ടിവേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ ടിപ്സുമായി നമുക്ക് അടുത്തു തന്നെ കടന്നു വരാം. മാത്തമാറ്റിക്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. അത് കാണുക, സംശയങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക്സ് ഓൾ.